അധ്യാപകരായിരുന്നു. അപ്പം അങ്ങനെ നാടിനോടും നാട്ടുകാരോടും ചേർന്ന് നിന്നുകൊണ്ട് നാടിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന വിഷമതകൾ പരിഹരിക്കുന്നതിന് മുന്നിട്ടിറങ്ങിയ വലിയൊരു പാരമ്പര്യമാണ് കേരളത്തിലെ അധ്യാപകർക്കും അധ്യാപക പ്രസ്ഥാനത്തിനും. ഇത്തരം ഇടപെടലുകളുടെ ഭാഗമായി സമൂഹത്തിൽ വലിയ അംഗീകാരം പൊതുവെ അധ്യാപകർ നേടിയിരുന്നു. ആദ്യകാലത്ത് നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ എയ്ഡഡ് സ്കൂളുകളാണല്ലോ അധികം ഉണ്ടായിരുന്നത്. ആ എയ്ഡഡ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് നിശ്ചയിക്കപ്പെട്ട ശമ്പളത്തിൻ്റെ സഹായം നൽകി. എന്താ കേരളത്തിലുള്ള കുറവ്? എന്തുകൊണ്ടാണ് കേരളത്തെ ഒഴിവാക്കി നിർത്തുന്നത്? നമ്മുടെ രാജ്യത്തിൽ ഒരു സംസ്ഥാനമായി നിൽക്കാൻ കേരളത്തിന് യോഗ്യമല്ലേ? ഈ രാജ്യത്തെ പല കാര്യങ്ങളും എടുത്താൽ നമ്പർ 1 എന്ന് കേരളത്തെയാണല്ലോ കേന്ദ്ര ഗവൺമെന്റ് തന്നെ വിലയിരുത്തുന്നത്. എന്തേ ആ കേരളത്തെ ഈ രീതിയിൽ ശിക്ഷിക്കുന്നത്? അപ്പൊ ഈ കാര്യത്തിൽ നാടാകെ ഒന്നിച്ച് ശബ്ദമുയർത്തേണ്ടതായിട്ടുണ്ട്, പ്രതിഷേധിക്കേണ്ടതായിട്ടുണ്ട്. ഗവൺമെന്റ് എന്ന നിലക്ക് തുടർന്നും കേന്ദ്ര ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തുക തന്നെ ചെയ്യും. പക്ഷെ ഈ രീതി ശരിയല്ല. കേരളത്തിൻ്റെതായ ശക്തമായ പ്രതിഷേധം കേരളം എന്ന നിലക്ക് തന്നെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യം അതീവ ഗുരുതരമായ ഒരാപത്താണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഒരു ഭാഗത്ത് ഭരണഘടന വെല്ലുവിളിക്കപ്പെടുന്നു, മതനിരപേക്ഷത തകർക്കാനുള്ള നീക്കം നടക്കുന്നു, വിവിധ നടപടികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകുന്നു. എല്ലാം രാജ്യത്തിന് ആപത്തുളവാക്കുന്ന രീതിയിലാണ്. മതനിരപേക്ഷത രാജ്യത്ത് തുടരേണ്ടതില്ല എന്ന ചിന്തയാണ് RSS തുടക്കം മുതൽക്കേ ഉള്ളത്. ഭരണഘടനയെയും മതനിരപേക്ഷതയെയും നേരത്തെ മുതൽ RSS തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. RSSന്റെ നേതൃത്വം അംഗീകരിച്ച